ഡോളറിൽ നിന്നുള്ള ഒരു വിശ്വാസ്യത മാറി ഒരു ഗോൾഡിലേക്ക് വരുന്നു. കുറേ കൂടെ സേഫർ അസെറ്റ് ആണെന്നുള്ളത്. അത് രാഷ്ട്രങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു, നാച്ചുറലി അതനുസരിച്ച് ആളുകളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. കുറച്ച് കാലം കൂടെ ഈ പ്രൈസ് ഇൻക്രീസ് ഒരു പക്ഷേ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു ഇൻക്രീസ് ആയിരിക്കില്ല, എന്നാലും വളരെ ഒരു ഹയർ ലെവലിലുള്ള ഗ്രോത്ത്, പ്രൈസ് ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഡെഫിനറ്റായിട്ടും ഇത് 1,00,000 രൂപയ്ക്ക് മേലെ പോകാനുള്ള ഇടയുണ്ട്. നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ഗോൾഡായിട്ട് വയ്ക്കുന്നത് ഒരു രാഷ്ട്രത്തിന് പറ്റിയതല്ല എന്നാണ് ജനറലി പറയപ്പെടുന്നത്. അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ഒരു റിട്ടേൺ ഉണ്ടാവണം എന്നില്ല. ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഡെഫിനറ്റായിട്ടും ഇപ്പോൾ ഉള്ള വളരെ കൂടിയ വില കിട്ടും എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് പോലെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ബുദ്ധിപരമായ കാര്യമല്ല. സ്വർണ്ണവിലയിൽ വീണ്ടും റെക്കോർഡ് വർധന. ഒരു പവൻ സ്വർണത്തിന് 2,400 രൂപയാണ് ഇന്ന് വർദ്ധിച്ചത്. 94,360 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 11,795 രൂപയിലാണ് ഇന്ന് വ്യാപാരം നടന്നത്. തിങ്കളാഴ്ചത്തെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ 300 രൂപയുടെ വർധനവ് രേഖപ്പെടുത്തി. തിങ്കളാഴ്ച ഗ്രാമിന് 11,495 രൂപയും പവന് 91,960 രൂപയുമായിരുന്നു വില. ഒക്ടോബർ മാസത്തെ ഏറ്റവും കൂടിയ വിലയും ഇന്നാണ് രേഖപ്പെടുത്തിയത്. ഈ വർഷം സ്വർണം ഇതുവരെ 56% ഉയർന്നു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ് അസോസിയേഷൻ അന്താരാഷ്ട്ര വിലയെ അനുസൃതമാക്കിയാണ് കേരളത്തിൽ വില നിശ്ചയിക്കുന്നത്. അന്താരാഷ്ട്ര വിപണി നിരക്കുകൾ, ഇറക്കുമതി തീരുവകൾ, നികുതികൾ, വിനിമയ നിരക്കുകളിലെ ഏറ്റക്കുറച്ചിലുകൾ എന്നിവയാണ് പ്രധാനമായും ഇന്ത്യയിലെ സ്വർണ്ണ വിലയെ സ്വാധീനിക്കുന്നത്. ഇനിയും വില ഉയരുമെന്നാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. പ്രമുഖ ചാർട്ടേഡ് അക്കൗണ്ടന്റും സാമ്പത്തിക വിദഗ്ധനുമായ രഞ്ജിത്ത് കാർത്തികേയൻ സാറാണ് ഒപ്പമുള്ളത്. സാർ, സാധാരണക്കാരന് എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിലേക്ക് കത്തിക്കയറിയിരിക്കുകയാണ് സ്വർണം. കേരളത്തിൽ ഇന്ന് ഒറ്റയടിക്ക് പവന് 2,400 രൂപയാണ് കൂടിയത്. ഒറ്റ ദിവസം ഇത്രയും വില കൂടുന്നത് ആദ്യമായിട്ടാണ്. എന്താണ് സ്വർണ്ണവില ഇങ്ങനെ കുതിക്കാൻ കാരണം? ഇതൊരു ഗ്ലോബൽ ഫിനോമിനയാണ്. അതായത് കേരളത്തിലെ മാത്രമുള്ള കാര്യമല്ല. ഗോൾഡ് പ്രൈസസ് എപ്പോഴും നമുക്ക് അറിയാം ഒരു ലോക മാർക്കറ്റിലുള്ള, ഒരു ഗ്ലോബൽ മാർക്കറ്റിലുള്ള പ്രൈസസ് അനുസരിച്ചാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഭാരതത്തിലും അതനുസരിച്ച് ഉള്ള വ്യത്യാസം വരും. നാച്ചുറലി കേരളത്തിൽ എസ്പെഷ്യലി നമുക്ക് ഈ ഒരു ഗോൾഡുമായിട്ടുള്ളൊരു അഫിനിറ്റി വളരെ കൂടുതലായതുകൊണ്ട് ഒരു പക്ഷേ ഒരു ആഭരണമായിട്ട് വാങ്ങിക്കുമ്പം കുറേ കൂടെ വ്യത്യാസം വന്നേക്കും. കാരണം പെർസെൻറ്റേജാണ് ഈ വേസ്റ്റേജും അതുപോലെ തന്നെ മേക്കിംഗ് ചാർജസും ഒക്കെ ഇവിടെ ചാർജ് ചെയ്യുന്നത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ്. അപ്പം വില കൂടുന്നതനുസരിച്ച് ഇതിന് മേക്കിംഗ് ചാർജസും ഒക്കെ ഈ വിൽപ്പന നടത്തുന്നവർ കൂട്ടി വാങ്ങിക്കും. അപ്പോൾ അതിൻ്റേതായ അനുപാതം കൂടുകയും ചെയ്യും. ഇതൊരു ഗ്ലോബൽ ചേഞ്ച് കാരണമാണ് കേരളത്തിൽ. അതായത് ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, ഒരു പക്ഷേ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് തുടങ്ങുന്ന സമയം മുതലാണ്. 2022 ഒരു റഷ്യ യുക്രൈൻ വാർ വരുമ്പോൾ നാച്ചുറലി അതിൻ്റെ ഓയിൽ പർച്ചേസസും മറ്റുമൊക്കെ വരുന്നത് ഡോളറിൻ്റെ ഡിപ്പെൻഡൻസി മാറി നിൽക്കുന്നു. ഈ ഡോളർ ഡിപ്പെൻഡൻസി മാറുമ്പോൾ ഓയിൽ ഡോളറിലേ വാങ്ങിക്കാവുള്ളൂ എന്നുള്ളൊരു കരാറ് പണ്ട് ഹെൻറി കിസിഞ്ചർ ഒരു നിക്സൺ ഷോക്കിന് ശേഷം ഒരു ഓപെക് കൺട്രീസും സൗദി അറേബ്യയായിട്ടൊക്കെ ഇതിരുന്നു. അതുകൊണ്ടാണ് ഡോളറിൻ്റെ പ്രൈസസ് ഹൈ ആയിരുന്നു. ഡോളർ ഗോൾഡുമായിട്ട് ലിങ്ക് ചെയ്തിരുന്നത് ഡീലിങ്ക് ചെയ്തപ്പെട്ടു. അതുകൊണ്ടാണ് ഈ നിക്സൺ ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ഓയിൽ അല്ലെങ്കിൽ ആളുകൾക്ക് ഡോളറിലുള്ള ഒരു വിശ്വാസം കുറയുകയും നാച്ചുറലി ആ ഒരു ഗോൾഡിലേക്ക് തിരിച്ചുള്ളൊരു പോക്ക്, ഗോൾഡ് കുറേ കൂടെ വിശ്വാസയോഗ്യമായ ഒരു സപ്പോർട്ട് ബേസാണെന്ന് രാഷ്ട്രങ്ങൾ മനസ്സിലാക്കി. ഇതിപ്പോൾ ഇത് ഈ ഒരു സാധാരണ ആളുകളല്ല, ഇന്ത്യ, ചൈന, പോളണ്ട് മുതലായ രാജ്യങ്ങൾ ഇന്ന് വാങ്ങിച്ചു കൂട്ടുകയാണ്. അവരുടെ വിദേശ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സിനെയൊക്കെ പോവുകയാണ്. ഡോളറിൽ നിന്നുള്ള ഒരു വിശ്വാസ്യത മാറി ഒരു ഗോൾഡിലേക്ക് വരുന്നു. കുറേ കൂടെ സേഫർ അസെറ്റ് ആണെന്നുള്ളത്. അത് രാഷ്ട്രങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നു, നാച്ചുറലി അതനുസരിച്ച് ആളുകളും അങ്ങനെ തന്നെ ചിന്തിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് നമുക്ക് ഒരു ഗോൾഡിൻ്റെ പ്രൈസസ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചു വരുന്നത്. നമുക്കറിയാം ഇതൊരു ഒരുപാട്
സുലഭമായ ഒരു അസറ്റല്ല, ഒരുപാട് നമുക്ക് കിട്ടുന്ന ഒരു അസറ്റല്ല. അപ്പം അതിൻ്റെ ലഭ്യത കുറയുകയും ഡിമാൻഡ് കൂടുകയും ചെയ്യുമ്പോൾ എല്ലാ സാധനങ്ങളിലുള്ള പോലെ ഗോൾഡിൻ്റെയും പ്രൈസ് കൂടുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ഇനിയും വില ഉയരാൻ തന്നെയാണോ സാധ്യത? ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നിടത്തോളം കാലം, എസ്പെഷ്യലി ഒരു ജിയോ പൊളിറ്റിക്കൽ റിസ്ക് കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം, ടാരിഫിൻ്റെ ആണെങ്കിലും യുദ്ധം ആണെങ്കിലും, അതുപോലെ തന്നെ ഈ ചൈന, ഇന്ത്യ, റഷ്യ ഒരു ബ്രിക്സ് എന്ന് പറയുന്നൊരു യൂണിറ്റി ഉണ്ടാക്കുകയും, അപ്പോൾ ഈ ഡോളർ ഡിപ്പെൻഡൻസി നമുക്കൊരിക്കലും അതൊരു വളരെ കാലം മുന്നോട്ട് പോകാൻ ഒക്കില്ല എന്നുള്ള തിരിച്ചറിവും കോവിഡ് പോലുള്ള സമയങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വരുമ്പോഴത്തേക്ക് നമ്മളൊരു ഷിഫ്റ്റ് ഉണ്ടാകും. അപ്പോൾ ആ ഷിഫ്റ്റ് മാറി എങ്ങോട്ടാണ് ഇത് നമ്മൾ മുന്നോട്ട് പോകുന്നത്? ഇത് നാളെ ക്രിപ്റ്റോ കറൻസിയിലേക്കാണോ? കാരണം സെൻട്രൽ ബാങ്ക്സ് ഒക്കെ ഒരു ഡിജിറ്റൽ കറൻസി, നമുക്കുണ്ട് ഡിജിറ്റൽ റുപ്പി. അതുപോലെ തന്നെ അമേരിക്ക ഇപ്പോൾ അതിനെപ്പറ്റി ക്രിപ്റ്റോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെപ്പറ്റി വലിയ തോതിൽ ഒരു ചർച്ചകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നാച്ചുറലി അൺസർട്ടൺ ടൈംസിൽ ഗോൾഡിൻ്റെ പ്രൈസ് കൂടും. ഇതാണ് കാലാകാലങ്ങളായിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ ഫേസാണ്. ആ ഫേസിൽ ഡെഫിനറ്റായിട്ടും ഒരു പ്രൈസ് ഹൈക്ക് ഉണ്ടാകും. ഇത് എത്ര വരെ പോകുമെന്ന് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാനൊക്കില്ല. 1,00,000 രൂപ കവിയും എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ പോലും എനിക്ക് തോന്നുന്നത് ഇതൊരു കുറച്ച് കാലം കൂടെ ഈ പ്രൈസ് ഇൻക്രീസ്, ഒരു പക്ഷേ ഇത്രയും സ്റ്റീപ്പായിട്ടുള്ളൊരു ഇൻക്രീസ് ആയിരിക്കില്ല, എന്നാലും വളരെ ഒരു ഹയർ ലെവലിലുള്ള പ്രൈസ് ഗ്രോത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 1,00,000-ലധികം രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ്. വൈകാതെ തന്നെ ഒരു പവന് 1,00,000 കടക്കുമോ? ഇൻഡസ്ട്രി വാച്ചേഴ്സ് അല്ലെങ്കിൽ എക്സ്പേർട്സ് പറയുന്നത് ഡെഫിനറ്റായിട്ടും ഇത് 1,00,000 രൂപയ്ക്ക് മേലെ പോകാനുള്ള ഇടയുണ്ട്. എന്നാലും ഇതിന് ഒരു വലിയ തോതിലുള്ള ഒരു ഇടിവോ ഇതോ ഉടനെ ഉണ്ടാവില്ല. ഇപ്പോൾ എസ്പെഷ്യലി ദീപാവലി മുതലായ ഫെസ്റ്റിവൽ സീസണിലാണ് ഇതിൻ്റെ ഒരു ഡിമാൻഡ് വരുന്നത്. കല്യാണം സീസൺ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നാച്ചുറലി അതിനൊരു അപ്വേർഡ് ട്രെൻഡ് തന്നെ ആയിരിക്കും. പക്ഷേ ഇത് ഒരു വലിയ തോതിലുള്ളൊരു ഡിപ്പ് ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഒരു ഗോൾഡ് ഇൻവെസ്റ്റേഴ്സ് വളരെ കെയർഫുള്ളായിട്ടിരിക്കേണ്ട ഒരു സമയമാണ്. ഉള്ള ഗോൾഡെല്ലാം വിറ്റ് അത് മോണിറ്റൈസ് ചെയ്യുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ മേ നോട്ട് ബി ദ റൈറ്റ് ടൈം. ആവശ്യമില്ലെങ്കിൽ ആ ഗോൾഡ് റീറ്റെയിൻ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ മുഖ്യം. പക്ഷേ പുതിയ ഗോൾഡ് പർച്ചേസൊക്കെ ഒരു ETF പോലെയോ അല്ലെങ്കിൽ ഗോൾഡ് മോണിറ്റൈസേഷൻ ആ ലെവലിലൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് ഗോൾഡിൻ്റെ ഒരു പ്രപ്പോസൽ ജനറലി വന്നിട്ടുള്ളത്. സർ, ചില അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇന്ത്യയിലും ചൈനയിലും സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചത് വില ഉയരാൻ കാരണമായി എന്നാണ്. കൂടാതെ ഡോളർ വില കുതിച്ചു കയറിയതും രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ ദുർബലമായതും സ്വർണ്ണവില വർദ്ധിക്കാൻ ഇടയാക്കിയെന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ഈ ഒരു വിഷയങ്ങളിലെല്ലാം ഉടൻ എന്തെങ്കിലും മാറ്റം വരാൻ സാധ്യതയുണ്ടോ? ഉടനൊരു മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഇതിൻ്റെ വേൾഡ് എക്കണോമിക് ഒബ്സർവേഴ്സ് ആരും ഇതിനെ പ്രതീക്ഷിക്കുന്നില്ല. ഡോളറിൽ നിന്ന് ഡെഫിനറ്റായിട്ടും ഒരു 77%, 78% ഒക്കെ ഡോളറിൽ റിസർവ്സ് കീപ്പ് ചെയ്തിരുന്നവർ ഇപ്പോൾ 50-50% മാറിയതാണ്. അപ്പോൾ ഗോൾഡിലേക്ക് ഷിഫ്റ്റ് ഡെഫിനറ്റായിട്ട് വന്നു. അപ്പോൾ ഈ ഗോൾഡിലേക്കുള്ള ഷിഫ്റ്റ് വരുമ്പോൾ നാച്ചുറലി അതിനൊരു ഡിമാൻഡ് കീപ്പ് ചെയ്ത് വച്ചിരിക്കും. ആ 37-40 ട്രില്യൺ ഡോളറിനടുത്താണ് ഒരു കടം ഇന്ന് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ ഒരു രാഷ്ട്രത്തിന് 1 ട്രില്യൺ 1,00,000 കോടി ഡോളറിൻ്റെ ഇൻട്രസ്റ്റ് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഡിഫൻസ് ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് അവരുടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു അസ്ഥിരത US കാണുന്നു. കാരണം ഗ്ലോബൽ കറൻസിയായിട്ട് നമ്മൾ US ആ ഡോളറിനെ കണ്ടപ്പോൾ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കാണുമ്പോൾ നാച്ചുറലി ഒരു മൂവിങ് ഔട്ട് ഒരു ഡോളറിൽ നിന്ന് മാറാനും, പക്ഷേ ഇത് ഒരു പെട്ടെന്ന് അങ്ങോട്ട് നടക്കില്ല, അതിന് സമയമെടുക്കും. അപ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടൊരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഈ ട്രെൻഡ് റിവേഴ്സൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇന്ത്യ, ചൈന, പോളണ്ട് പോലുള്ള രാഷ്ട്രങ്ങൾ ഈ ഗോൾഡ് വാങ്ങിച്ചു കൂട്ടുന്നതില്ലാതാകും എന്നൊക്കെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യും. ആളുകൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അൺസർട്ടൻ സമയത്ത് ഗോൾഡിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്.
പിന്നെ അതുപോലെ തന്നെ ഫെഡറൽ റേറ്റ് കട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഫെഡറൽ US റേറ്റ് കുറയുമ്പോൾ നാച്ചുറലി ആ ഇൻട്രസ്റ്റിൻ്റെ ഒരു തോത് കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആളുകൾ പണം ബാങ്കിൽ നിക്ഷേപിക്കുന്നതിന് പകരം ഇൻട്രസ്റ്റ് എന്തായാലും ബാങ്കിൽ നിക്ഷേപിക്കുന്നത് കുറവാകുന്നത് കൊണ്ട് അത് ഗോൾഡായിട്ട് മാറ്റി കുറേ കൂടി സേഫർ അസറ്റായിട്ട് മാറ്റി വയ്ക്കാനായിട്ടുള്ളൊരു പ്രവണത കൂടുതലുണ്ടാകും. ഇതാണ് നമ്മൾ കാലാകാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അതുകൊണ്ട് ഡെഫിനറ്റായിട്ടും ഒരു വലിയ റിവേഴ്സൽ ഇമ്മീഡിയറ്റായിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നില്ല. നിലവിൽ US ഗവൺമെന്റ് അടച്ചുപൂട്ടലും ഈ സ്വർണ്ണ വിപണിയെ ബാധിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അമേരിക്കയിലെ കാര്യങ്ങൾ സ്റ്റേബിൾ ആയാൽ വില കുറയാനുള്ള സാധ്യതയുണ്ട്. അമേരിക്കയിൽ സ്റ്റേബിൾ ആകും എന്ന് വിശ്വസിക്കാനുള്ള ഒരു പാരാമീറ്റേഴ്സ് നമ്മൾ കാണുന്നില്ല. അതാണ് അവിടുത്തെ പ്രോബ്ലം. ഈ അവിടുത്തെ ഇന്ത്യകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് വളരെ ഏതാണ്ട് $1 ലക്ഷം കോടി ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം. ഫെഡറൽ റിസർവ് ഇപ്പം ക്വാണ്ടിറ്റേറ്റീവ് ഈസിങ്ങിന് പകരം ക്വാണ്ടിറ്റേറ്റീവ് ടൈറ്റനിങ്ങിലോട്ട് പോകാനുള്ള സാഹചര്യം. ഇൻഫ്ലേഷൻ കൂടുന്നു. എങ്ങനെയാണ് ഈ അമേരിക്ക ഇതിനെ നേരിടുന്നത്? ഇതൊരു വലിയ തോതിലുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോൾ ഗവൺമെൻറ്റിന് ടാരിഫ് കൂട്ടി അവിടെ നിന്നുള്ള പണം വെളിയിലേക്ക് പോകാതെ നോക്കേണ്ട ഒരു രീതിയുണ്ട്. അതും കൂടെ കൊണ്ടാണ് ഇന്ന് ട്രംപ് ഒരുപാട് നികുതി ഇനത്തിൽ വർദ്ധിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാകും. അപ്പോൾ അവിടുത്തെ ഒരു അസ്ഥിരമായ ഒരു എക്കോണമിയാണ് നമ്മളിനി ഒരു ഫോർസീവബിൾ ഫ്യൂച്ചറിൽ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു കാര്യങ്ങളൊക്കെ ബെറ്ററാകും ഇമ്മീഡിയറ്റായിട്ട് എന്ന് നമുക്കൊരിക്കലും ഒരു വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്വർണ്ണവില എന്തായാലും റോക്കറ്റ് പോലെ കുതിച്ചുയരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം വാങ്ങുന്നത് നല്ലതാണോ? അതായത് ഈ കല്യാണ ആവശ്യങ്ങൾക്കല്ലാതെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ജനറലി ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ഒരു നമ്മുടെ ടോട്ടൽ വെൽത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനത്തിൽ കൂടുതൽ ഗോൾഡായിട്ട് വയ്ക്കുന്നത് ഒരു രാഷ്ട്രത്തിന് പറ്റിയതല്ല എന്നാണ് ജനറലി പറയപ്പെടുന്നത്. അതായത് നമുക്ക് ഒരു ഹ്യൂജ് വെൽത്ത് നമുക്ക് ഗോൾഡിൽ ലോക്ക് ചെയ്ത് വെച്ചാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കിപ്പം കഴിഞ്ഞ കേരളത്തിൻ്റെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് ഏതാണ്ട് 10,000-15,000 കോടി രൂപയാണ് ആകെ നമ്മൾ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത്, സ്മാർട്ട് സിറ്റി മുതൽ വിഴിഞ്ഞം പോർട്ട് വരെ. അതേസമയം ഒരു വർഷം ഏതാണ്ട് 50,000 കോടി രൂപ വരെ നമ്മൾ കേരളത്തിൽ ഈ ഗോൾഡ് വാങ്ങിക്കാൻ ചിലവാക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത് ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ETF-ലോ അല്ലെങ്കിൽ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീമിലോ മറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പണം രാഷ്ട്ര നിർമ്മാണത്തിനും ഇവിടുത്തെ ഡെവലപ്മെൻറ്റിനും യൂട്ടിലൈസ് ചെയ്യപ്പെടാമായിരുന്നു എന്നൊരു വളരെ ശക്തമായ വ്യൂ ഉണ്ട്. അപ്പം അഭൂതപൂർവമായ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു കണക്കിൽ കവിഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഗോൾഡ് ഒട്ടും ഒരു രാഷ്ട്രത്തിന് നല്ലതല്ല. അതുപോലെ തന്നെയാണ് ഇതൊരു നിഷ്ക്രിയ ഒരു അസറ്റാണ്. ഇതൊരു പെർഫോമിംഗ് അസറ്റല്ല. ഇത് വെറുതെ ഇരിക്കുകയുള്ളൂ. അതിൻ്റെ വില കൂടുകയാണെങ്കിൽ കൂടും എന്നല്ലാതെ അതൊരു നിർമ്മാണ പ്രവർത്തനത്തിനോ മറ്റോ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം അതുപോലെ തന്നെ ഈ ഗോൾഡ് ബോണ്ടിലൊക്കെ 2.5% അഡീഷണൽ പലിശ കൊടുക്കാമെന്നും അത് റിഡീം ചെയ്യുമ്പോൾ അന്നത്തെ ഗോൾഡിൻ്റെ വില കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് അന്ന് ട്രൈ ചെയ്തിരുന്നത്. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ അപ്പോൾ എത്രമാത്രം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് അവരവരുടെ ഒരു വെൽത്ത് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ആയിട്ട് വേണം. പിന്നെ നമുക്കൊരു കൾച്ചറൽ അസറ്റാണ്, ഒരു ഇമോഷണൽ അസറ്റാണ്. നമുക്കിത് നമ്മുടെ ഒരു വിവാഹം നടക്കുമ്പോൾ മകൾക്ക് കൊടുക്കേണ്ട ഒരു ബാധ്യത. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പക്ഷേ കേരളത്തിൽ അതുപോലെ തന്നെ ഭാരതത്തിലും ഈ ഗോൾഡ് കാണുന്നത് വേറൊരു തലത്തിലാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം നമ്മുടെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വളരെ കാൽക്കുലേറ്റീവ് ആയിട്ടായിരിക്കണം ഈ ഗോൾഡിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യേണ്ടത്. ഒരു യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് ആഭരണമായിട്ടുള്ള യൂസേജാണ്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അത് ഏതിൽ വേണം? ഇന്ന് ഗ്രോയിങ് എക്കോണമിയാണ് നമ്മുടെ. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും മറ്റുമൊക്കെ റിട്ടേൺസ് എന്ന് പറയുന്നത് 12%, 13%, 18% വരുന്നുണ്ട്. അപ്പോൾ അതിൽ വേണോ വേണ്ടയോ എന്നുള്ളത് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ നോക്കണം. ഗോൾഡ് ഒരു മോശമായ അസറ്റ് എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. പക്ഷേ അത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ വരുന്ന ഗ്രോത്ത് പക്ഷേ ഇനി വരും കാലഘട്ടത്തിൽ ഉണ്ടാകില്ല. അപ്പോൾ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന അത്രയും വലിയ ഒരു റിട്ടേൺ
ഉണ്ടാവണം എന്നില്ല. ചില അന്താരാഷ്ട്ര വിദഗ്ധരും സാമ്പത്തിക വിദഗ്ധരുമൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ട്രംപിന്റെ നയങ്ങൾ മാറ്റിയാൽ ഒരുപക്ഷെ സ്വർണ്ണവില കുത്തനെ കുറഞ്ഞ് 50,000 രൂപയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് എന്നാണ്. അതിനുള്ള സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ട്രംപിൻ്റെ നയങ്ങൾ മാറുമോ? അപ്പോൾ ട്രംപിൻ്റെ നയങ്ങൾ മാറിയാൽ എന്ന് പറഞ്ഞാൽ ഇഫ്സ് ആൻഡ് ബട്ട്സിലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. അമേരിക്കയ്ക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല എന്ന് തന്നെയാണ് പല ഒബ്സർവേഴ്സും പറയുന്നത്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വേറൊരു മാർഗമില്ല. ഇത് ടാരിഫ് കൂട്ടുക, കൺസംഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ വെളിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ പണത്തിനൊരു ഒരു ചെറുത്തുനിർത്തുണ്ടാക്കുക. അപ്പോൾ നാച്ചുറലി ഈ പറയുന്ന നേരത്തെ നമ്മൾ സംസാരിച്ചത് തന്നെയാണ്, ഇതൊരു ഒരു ഒരു കുറേ കാലത്തേക്കും കൂടെ മുന്നോട്ട് പോകും. എത്ര കാലം എന്നുള്ളത് അറിയില്ല. എന്നാൽ ഒരു വലിയ ഇടിവ് ഈ പറയുന്ന ഗോൾഡിൻ്റെ ഒരു റേറ്റിൽ വരാനുള്ള ചാൻസ് ഞാൻ പേഴ്സണലി കാണുന്നില്ല. അതിന് ഈ 50,000 രൂപ എന്നൊക്കെ പറയുന്ന നിരക്കിലേക്ക് പോകില്ല. എന്തായാലും ഒരു കറക്ഷൻ ഉണ്ടായേക്കാം. എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റിലും അങ്ങനെയാണ്, ഒരു കറക്ഷൻ ഉണ്ടായേക്കാം. ആ കറക്ഷൻ വലിയ തോതിലുള്ളൊരു പ്രശ്നം അല്ല. ഈ ഒന്ന് ഫ്ലാറ്റൻ ഔട്ട് ചെയ്യും. ഒരു പക്ഷേ ഒരു അടുത്ത ഒരു 3-4-6 മാസത്തിനകത്തൊക്കെ ആ കറക്ഷൻ ഉണ്ടായേക്കാം. ആളുകൾ ഈ ജിയോ പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിക്ക് സെറ്റിൽ ഡൗൺ ചെയ്യുന്ന ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് കുറച്ചൊന്ന് പ്ലേറ്റോ ചെയ്തേക്കാം. പക്ഷേ ഒരു വലിയ ഇടിവ് ഞാൻ എന്തായാലും ഇതിന് കാണുന്നില്ല. ഒരു കാര്യം കൂടി, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വർണം വിൽക്കുന്നത് നല്ലതാണോ? അല്ല, ഒരു വിൽക്കുന്നത് അനാവശ്യമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ അനുസരിച്ചാണ്. ഇപ്പം കയ്യിലുള്ളത് വിൽക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ അസറ്റ് ഇപ്പോൾ എങ്ങനെയാണ് റീഡിപ്ലോയ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആവശ്യകത എന്താണ് എന്നനുസരിച്ചുള്ള ഒരു ഡിസിഷനല്ലേ. അപ്പം എല്ലാവരും കയ്യിലുള്ളത് വിറ്റ് മോണിറ്റൈസ് ചെയ്യൂ എന്ന് പറയാനൊക്കില്ല നമുക്ക്. പക്ഷേ ഇത് ജനറലി ഒരു ഇമോഷണൽ അസറ്റായ സാധനം, നമ്മളൊരു വെൽത്ത് സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നൊരു അസറ്റ്, അതിൻ്റെ ഒരു തോത് എന്താണ്, എൻ്റെ എത്ര പെർസെൻറ്റേജ് ഓഫ് വെൽത്ത് ഗോൾഡിൽ വേണം എന്നൊക്കെയാണ് ഇന്ന് വെൽത്ത് മാനേജേഴ്സ് പറഞ്ഞു തരുന്നത്. അതനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ക്രമീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ ഗോൾഡ് വിൽക്കാം. അത് ഞാൻ പറയുന്നത് ഒരു നെറ്റ് വെൽത്തൊക്കെ ഉള്ള ഒരു ഹയർ ഇൻഡിവിജ്വൽസ്, ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഡെഫിനറ്റായിട്ടും ഇപ്പോൾ ഉള്ള വളരെ കൂടിയ വില കിട്ടും എന്ന് പറഞ്ഞൊരു ട്രേഡിംഗ് പോലെ ചെയ്യുന്നത് ഒരിക്കലും ഒരു ബുദ്ധിപരമായ കാര്യമല്ല.